إن الحمد لله نحمده ونستعينه ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد اتقوا الله عباد الله ബഹുമാന്യരായ സത്യവിശ്വാസികളെ, പരമദയാലുവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗനിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പാലിക്കുകയും മുസ്ലിങ്ങളും മുവഹിദുകളുമായി മരണം വരിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്. മഹാനായ ആദർശ പിതാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതത്തെ പരിശോധിച്ചു നോക്കുമ്പോൾ സത്യത്തിനോട് കലവറയില്ലാത്ത പ്രതിബദ്ധതയും പിന്തുണയും നിർവഹിച്ചിട്ടുള്ള ഒരു പ്രവാചകനായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുക. ഏതു തരത്തിലുള്ള ബാഹ്യപ്രേരണകൾ അത് ആദർശങ്ങളായി, അധികാരങ്ങളായി, ബന്ധുക്കളായി, പ്രിയപ്പെട്ടവരായി എല്ലാം കടന്നുവന്നിട്ടും അവയൊക്കെയും സത്യത്തിന്റെ മുമ്പിൽ നിസ്സാരമായി പരിഗണിച്ച് സത്യപ്രതിബദ്ധത പുലർത്തിയിട്ടുള്ള ഒരു പ്രവാചകനായിട്ടാണ് പരിചയപ്പെടുത്തിയത്. വിശുദ്ധ ഖുർആൻ അതിന് നൽകിയിട്ടുള്ള ഒറ്റവാക്കിലുള്ള ഉത്തരം രണ്ടു തരത്തിൽ ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന്, എന്തൊക്കെയാണോ അദ്ദേഹത്തോട് നാം കൽപ്പിച്ചിട്ടുള്ളത് അതെല്ലാം ജീവിതത്തിൽ പൂർത്തീകരിച്ചിട്ടുള്ള, അനുധാവനം ചെയ്തിട്ടുള്ള ഒരു പ്രവാചകൻ. വ ഇബ്രാഹിമല്ലദീ വഫാ എന്നാണ് ഖുർആൻ പറഞ്ഞത്. രണ്ടാമത്തേത്, തനിക്കെതിരായിരുന്നാലും തന്റെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ എത്രമേൽ ശക്തമായ പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും കടന്നു വന്നാലും അതെല്ലാം അല്ലാഹുവിന്റെ കൽപ്പനയാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഉൾക്കൊള്ളാനും കീഴ്പ്പെടാനുമുള്ള മാനസികാവസ്ഥയാണ്. ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഞാനെല്ലാം അംഗീകരിച്ച് കീഴ്പ്പെട്ടിട്ടുണ്ട് അല്ലാഹുവേ എന്ന പ്രഖ്യാപനമാണ് ഇബ്രാഹിം നബി നിർവഹിക്കുന്നത്. ഇത്രമേൽ സത്യത്തോട് പ്രതിബദ്ധത പുലർത്തിയിട്ടുള്ള ഒരു പ്രവാചകന്റെ ജീവിതത്തിലെ
ഒരു സന്ദർഭത്തെ വിശുദ്ധ ഖുർആൻ പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത് സംശയം ഉന്നയിച്ചു എന്ന് പറയുന്ന ഒരു കാര്യമാണ്. മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് മരണപ്പെട്ടു കഴിഞ്ഞാൽ പുനർജീവിക്കുക, മരിച്ചു മണ്ണായി പോയതിനു ശേഷം വീണ്ടും എങ്ങനെ പുനർജീവനം സാധ്യമാകും എന്ന വിഷയത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് ഒരു മനസ്സംതൃപ്തി വരായിക വന്നു. അള്ളാഹു ചോദിക്കുന്നുണ്ട്, നീ അത് വിശ്വസിച്ചിട്ടില്ലേ? അതെ, ഞാനത് വിശ്വസിച്ചിട്ടുണ്ട്. വലാകിൻ ലിയത്മഇന്ന ഖൽബി, എന്നാൽ എന്റെ മനസ്സിന് അതുവഴി ഒരു സമാധാനം കിട്ടേണ്ടതുണ്ട്. പൂർണ്ണമായ അർത്ഥത്തിൽ അതിനെ വിധേയപ്പെട്ടിട്ടുള്ള ഒരു പ്രവാചകനാണെങ്കിലും മനസ്സിന് സംതൃപ്തി ലഭിക്കുമാറുള്ള ഒരു ഉത്തരം ലഭിക്കേണ്ടതുണ്ട് എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതായിട്ട് വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുകയാണ്. ഈ ഭാഗത്ത് വിശകലനം ചെയ്തുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള ഒന്ന്, മതത്തിന്റെ കാര്യത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് സംശയമുണ്ടായതല്ല. പക്ഷേ അതിന്റെ യുക്തിയെ സംബന്ധിച്ചും അതിന്റെ രൂപത്തെ സംബന്ധിച്ചും അതെങ്ങനെയായിരിക്കണമെന്നതിനെ സംബന്ധിച്ചും മനസ്സംതൃപ്തി ലഭിക്കാവുന്ന ഒരു ഭാഗം ഉണ്ടാകണം എന്ന അഭിപ്രായമാണ്. അങ്ങനെയാണ് പക്ഷികളെ കഷ്ണമാക്കി മലമുകളിൽ, വ്യത്യസ്ത മലകളുടെ മുകളിൽ കൊണ്ടുപോയി വെക്കാനും അവയെ വിളിക്കാനും അവ ഒരുമിച്ച് ചേർന്ന് വീണ്ടും ഒരു പക്ഷിയായി മാറാനുമൊക്കെയുള്ള ഭാഗങ്ങൾ ഖുർആൻ പറയുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത്, ഇത്രമേൽ സത്യത്തോട് കലവറ പുലർത്തിയിട്ടുള്ള ഒരു പ്രവാചകന്റെ ജീവിതത്തിൽ ഒരു വിഷയത്തെ സംബന്ധിച്ചിടത്തോളം മനസ്സംതൃപ്തി ലഭ്യമാകുമാറുള്ള ഒരു വിശകലനം ലഭ്യമാകേണ്ടതുണ്ട് എന്ന ഒരു പ്രകടനമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കാണുന്നത് അലൈഹിസ്സലാത്തു വസ്സലാം. അള്ളാഹുവിന്റെ ദീനിനെ സംബന്ധിച്ചിടത്തോളം ആ ദീനിൽ നമുക്ക് സംശയമുണ്ടാകാൻ പറ്റുമോ? ആ ദീനീപരമായ കാര്യങ്ങൾ 100% സത്യമാണെന്ന് ബോധ്യപ്പെടുന്നുണ്ട് നമുക്ക്. അങ്ങനെയാണല്ലോ നമ്മൾ മുസ്ലിങ്ങളായി മാറുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് അള്ളാഹു അങ്ങനെ പറയുന്നത്? അതിനേക്കാൾ നല്ലത് ഇതല്ലേ, ഇതായിരിക്കില്ലേ കുറച്ചുകൂടി യുക്തികരമായ കാര്യം, കുറച്ചുകൂടി മനുഷ്യന് പ്രായോഗികമായി സ്വീകരിക്കാൻ പറ്റാവുന്നത് ഇതല്ലേ എന്ന് തുടങ്ങിയ പലതരത്തിലുള്ള സംശയങ്ങൾ വരാം. എന്താണ് വിശുദ്ധ ഖുർആൻ ഈ വിഷയത്തിൽ നൽകുന്ന, ഇസ്ലാം ഈ വിഷയത്തിൽ നൽകുന്ന കാര്യം? ചില ആളുകൾ സംശയത്തിന്റെ ആധിക്യം കൊണ്ട് മതത്തിൽ നിന്ന് മറുകണ്ഠം ചാടിപ്പോകുന്ന ആളുകളുണ്ട്. ചില ആളുകൾ സംശയം കൂടുതലായതിന്റെ പേരിൽ മതത്തെ ഒന്നുകൂടി നവീകരിക്കേണ്ടതുണ്ട് എന്ന് പറയുന്ന ആളുകളുണ്ട്. ചില ആളുകൾ അള്ളാഹുവിനെ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരുണ്ട്. ഇത്തരം പലതരത്തിലുള്ള സമീപനങ്ങൾ ഈ വിഷയത്തിലുണ്ട്. ഇവിടെ എന്താണ് നാം മനസ്സിലാക്കേണ്ടത്? ഓരോ കാലഘട്ടത്തിലും വ്യത്യസ്തങ്ങളായ പ്രവണതകളും രീതികളുമൊക്കെ പുറത്തേക്ക് വരുന്നു. പുരാതനമായ കാലത്ത് അഭിമുഖീകരിച്ചിട്ടില്ലാത്ത പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ വരുന്നു. അത്തരം പ്രശ്നങ്ങളിൽ എന്തു സമീപനമാണ് സ്വീകരിക്കേണ്ടത്? അവിടെ മതത്തിന്റെ ഏത് നിർദ്ദേശമാണ് പാലിക്കുന്നത്? കാരുണ്യവാനായ കാരുണ്യവാനായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് മനുഷ്യന്റെ കരുണയ്ക്കെതിരായിട്ടുള്ള പ്രത്യക്ഷത്തിൽ തോന്നാവുന്ന പലതും സംഭവിക്കുന്നു. പ്രളയങ്ങളുണ്ടാകും. മനുഷ്യന് ദുസ്സഹായനായിട്ട് അവയെല്ലാം അഭിമുഖീകരിക്കേണ്ടി വരും. ചെറുപ്രായത്തിലും എന്ന് വിചാരിക്കുന്ന ഘട്ടങ്ങളിലും മരിച്ചുപോകുന്നു. സാമ്പത്തികമായ കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വരും. ദൈവവിശ്വാസിയാകുന്നതോടുകൂടി പരീക്ഷണങ്ങളുടെ കട്ടിയും കനവും കൂടുന്നു. ദൈവനിഷേധികൾക്ക് ദുനിയാവിൽ കൂടുതൽ ആശ്വാസങ്ങൾ ലഭിക്കുന്ന അവസ്ഥയുണ്ടാകും. ഇങ്ങനെ പല സന്ദർഭങ്ങളിലായി മനുഷ്യൻ അല്ലാഹുവിന്റെ ദീനിനെക്കുറിച്ച് ഒഴിവാക്കി പോകുന്നതിനപ്പുറം അവയെക്കുറിച്ച് പിന്നീട് സംസാരിക്കേണ്ടതില്ല. പക്ഷെ ഒരു മനുഷ്യന്റെ മനസ്സിൽ അവിഷയത്തിലുള്ള സംശയങ്ങൾ രൂപപ്പെടാവോ ഇല്ലയോ എന്നത് സത്യവും അസത്യവും ചർച്ച ചെയ്യുന്ന സമയത്ത് പ്രസക്തമായൊരു വിഷയമാണ്. പ്രധാനമായും സത്യവിശ്വാസികളായ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന്,
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിക്കുന്ന ഏതൊരു നിർദ്ദേശവും അത് കാലാധിപത്യത്വമുള്ളതാണ്, കാലത്തെ അതിജീവിക്കുന്നതാണ്. നമുക്ക് വെട്ടത്ത് ബോധ്യമായില്ലെങ്കിലും ശരി, കാലം അത് തെളിയിക്കും. ദീർഘമായി ചർച്ച ചെയ്യുകയും പറയുകയും ചെയ്യേണ്ട ഒരു ഭാഗമായിരിക്കാം. പക്ഷെ അടിസ്ഥാനം എന്ന നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതി ഹിയ അഖ്വം. വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ഏറ്റവും ചൊവ്വായ, ഏറ്റവും ശരിയായ മാർഗത്തിലേക്ക് പാത കാണിക്കുന്നതാണ്. സ്ത്രീകളുടെ സ്വത്തവകാശത്തിന്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് പുരുഷന്റെ പകുതിയായി നിശ്ചയിച്ചു കൊടുത്തത്? സ്ത്രീയുടെ സാക്ഷ്യത്തിന്റെ വിഷയത്തിൽ എന്തുകൊണ്ടാണ് സ്ത്രീയെ പുരുഷന്റെ പകുതിയായി നിശ്ചയിച്ചു കൊടുത്തത്? ഇങ്ങനെ ചില ഭാഗങ്ങൾ മനുഷ്യന്റെ മനസ്സിലേക്ക് വരുമ്പോ അത് ദീനിലെന്തോ ഒരു കുഴപ്പമുള്ളൊരു കാര്യമാണല്ലോ എന്ന് ചില ആളുകൾ വ്യാഖ്യാനിക്കുകയാണ്. നമ്മുടെയൊക്കെ നാടുകളിൽ ചിലയിടങ്ങളിലെങ്കിലും ഇത്തരത്തിലുള്ള അപസ്വരങ്ങൾ പുറത്തേക്ക് വരുന്നു. വിശുദ്ധ ഖുർആനിന്റെ പുനർവായന നിർവഹിക്കാൻ വേണ്ടി ചില ആളുകൾ രംഗത്ത് വരുന്നു. ഖുർആനിന്റെ ഉൾസാര വ്യാഖ്യാനം തേടി ചില ആളുകൾ രംഗത്ത് വരുന്നു. ഖുർആനിന്റെ വിശദമായി മാനുഷികമായി വായിക്കാൻ വേണ്ടി ചില ആളുകൾ തയ്യാറാകുന്നു. ഈ അത്തരത്തിലുള്ള സമീപനങ്ങൾ വരുമ്പോൾ നമ്മുടെയൊക്കെ ചില ആളുകളുടെ മനസ്സിൽ അത് ശരിയാണല്ലോ, അതിൽ കുറെ സത്യങ്ങളുണ്ടല്ലോ എന്ന് തോന്നുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ചിടത്തോളം വ്യഭിചാരോപണമുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആ വിഷയത്തിൽ വസ്തുത എന്താണെന്ന് ബോധ്യപ്പെടുന്നതിന് കാലതാമസം ലഭിച്ചു. സ്വന്തം ഭാര്യയെക്കുറിച്ച് ഒരു പ്രവാചകന് സംശയമുണ്ടാകി. ഒരു പ്രവാചകന്റെ മനസ്സിൽ എന്തോ അസ്വസ്ഥത വരും. അങ്ങനെ ഉണ്ടാകില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ചുള്ള അപവാദ പ്രചരണം അത് മതത്തിനെതിരാണ്. നിങ്ങൾ ഏത് മതവിശ്വാസിയായിരുന്നാലും കുഴപ്പമില്ല. നിങ്ങൾ ദൈവവിശ്വാസികളാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കർമ്മം സ്വീകരിക്കും. അയാൾ നരകത്തിലാണെങ്കിൽ ഞാനും നരകത്തിൽ പോയിക്കൊള്ളട്ടെ. അത്രമേൽ കാരുണ്യം ചെയ്തിട്ടുള്ള, ലോകത്ത് കാരുണ്യത്തിന്റെ പ്രതീകമായി മനസ്സിലാക്കുന്ന, സ്നേഹത്തിന്റെ സ്വരൂപമായി മനസ്സിലാക്കുന്ന അവരുടെ കർമ്മങ്ങൾ പരലോകത്ത് പടച്ചവൻ സ്വീകരിക്കില്ലെന്നോ? അങ്ങനെ ഒരു പടച്ചവനെ കുറിച്ചൊക്കെ പറയാൻ പാടുണ്ടോ എന്ന് പറഞ്ഞ് ചില ആളുകൾ അങ്ങനെയാണെങ്കിൽ ആ മതം എനിക്ക് വേണ്ട, ആ ആശയം എനിക്ക് വേണ്ട എന്നൊക്കെ പറയുന്ന അഭിപ്രായങ്ങളുണ്ട്. എത്രത്തോളം ഒരു മനുഷ്യന് സംശയമുണ്ടാകാനും ഉണ്ടായിക്കൂടാ, ആ സംശയത്തിന്റെ ഘട്ടം എന്താണ്, എന്തായിക്കൂടാ എന്നതിനെ സംബന്ധിച്ചുള്ള മാനദണ്ഡം അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇത് തലക്ക് പിടിച്ചാൽ അപകടം സംഭവിക്കും, അത്യന്തം അപകടമാകും. രണ്ടു മക്കൾ നിലനിൽക്കെ, ഭാര്യയും ഭർത്താവുമായി രണ്ടു മക്കൾ വർഷങ്ങളോളം ജീവിച്ച് നിലനിൽക്കെ ഒരാൾക്ക് തോന്നുകയാണ് ദീനിന്റെ നിർദ്ദേശങ്ങൾ അത്ര പ്രായോഗികമല്ല. അങ്ങനെ പ്രായോഗികമല്ലെന്ന് തോന്നിയൊരു മനുഷ്യൻ അയാൾ വീണ്ടും വിവാഹം കഴിക്കാൻ വേണ്ടി പ്രായപൂർത്തിയായ മക്കളെയുമായി പോയി രജിസ്റ്റർ മാരേജിൽ പോയി രജിസ്റ്റർ വിവാഹം ചെയ്യുന്നു. എന്തിന്? ദീനിനെ കുറിച്ചൊരു സംശയം തോന്നിയതാണ്. ദീനിനെക്കുറിച്ചൊരു സംശയം തോന്നിയതാ. അമുസ്ലിം കൂട്ടത്തിൽപ്പെട്ടൊരു സഹോദരനും മുസ്ലിം കൂട്ടത്തിൽപ്പെട്ടൊരു സഹോദരിയും വന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണമെന്ന് പറയുമ്പോ ആ ജീവിതത്തിൽ ഞങ്ങൾക്ക് സ്നേഹവും സൗഹാർദ്ദവും പരസ്പരം പങ്കിട്ടെടുക്കുകയാണ്. അത്രമേൽ നല്ല ഇണകളാണ്. അതുകൊണ്ട് അവർക്ക് അവരുടേതായ മതത്തിന്റെ ചട്ടവട്ടങ്ങൾ അനുസരിച്ചുകൊണ്ട് വിവാഹം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ചില മൗലവിമാരായ ആളുകളെ രംഗത്ത് വരുന്നു. അത് ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ ചാർത്തപ്പെടുകയും ചെയ്യുന്നു. പുതിയ കാലത്ത് ഇത്തരത്തിലുള്ള പ്രവണതകൾ ഉണ്ടാകും. അവിടെയൊക്കെ ഇസ്ലാം മതത്തെ വ്യാഖ്യാനിച്ചൊപ്പിക്കേണ്ടതില്ല. മതമെന്ന് പറയുന്നത് സത്യമായിട്ടുള്ള കാര്യമാണെന്ന് 100% അംഗീകരിച്ചു മനസ്സിലാക്കുകയാണ് ഒരു സത്യവിശ്വാസി ചെയ്യേണ്ടത്. മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയത്തിൽ വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് പറഞ്ഞു തന്നു. 6 രംഗങ്ങളിൽ ഈ ആയത്ത് വന്നിട്ടുണ്ട്. ഒന്ന്, അൽ ഹഖ്ഖു മിർ റബ്ബിക, നിന്റെ റബ്ബിങ്കൽ നിന്ന് വരുന്നത് യഥായോചിതമായ സത്യമാണ്, ഒരസത്യവുമില്ല. ലാ യഅ്തീഹിൽ ബാതിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫി, മുൻഭാഗത്തു നിന്നോ പിറഭാഗത്തു നിന്നോ ഏതെങ്കിലും വശത്തിലൂടെ ഒരു ബാത്തിലായ അത് അല്ലാഹുവിന്റെ ദീനിനില്ല.
സംഭവിക്കുകയില്ല. കാരണം കാലമില്ലാത്ത പടച്ചതമ്പുരാൻ കാലാധിപത്യമായിട്ടുള്ള വിശുദ്ധ ഖുർആന്റെ സന്ദേശങ്ങളാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഭാവിഭൂത വർത്തമാനമെന്നറിയാത്ത ലോകത്തെ പടച്ചിട്ടുള്ള പരിപാലകനായ റബ്ബുൽ ആലമീനായ തമ്പുരാനാണ് മനുഷ്യന്റെ ജയാപരാജയങ്ങളെക്കുറിച്ച്, വിജയനിദാനങ്ങളെക്കുറിച്ച്, രക്ഷാശിക്ഷകളെക്കുറിച്ച്, അവന്റെ ചിന്തകളെക്കുറിച്ച്, വളർച്ചയെക്കുറിച്ചൊക്കെ അറിയുന്നവൻ പടച്ചവനാണ്. ആ പടച്ചവൻ നമ്മളോട് പറയുന്നു, ലോകാന്ത്യം വരെ നിലനിൽക്കുന്ന യഥായോജിതമായ സത്യമാണ് നിങ്ങൾക്ക് നാം നൽകുന്നത്. ഒരു സംശയത്തിലും അതിൽ പാടില്ല. ഫലാ തകൂനന്ന മിനൽ മുംതരീൻ, ഫലാ തകൂനന്ന മിനൽ മുംതരീൻ. നിങ്ങൾ ഒരിക്കലും തന്നെ സംശയാലുക്കളായി മാറാൻ പാടില്ല. വിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ പ്രഖ്യാപനം എന്ന് പറയുന്നത് സംശയമില്ലാതെ നീ ഉൾക്കൊള്ളുക എന്നതാണ്. സൂറത്തുൽ ഫാത്തിഹ അതിന്റെ ആമുഖം എന്ന നിലയ്ക്ക് പ്രാരംഭ അധ്യായമാണ്. ആ പ്രാരംഭ അധ്യായം കഴിഞ്ഞതിന് ശേഷം അടുത്ത വാക്കെന്താണ്? അലിഫ് ലാം മീം. അവിടെ തന്നെ അത്ഭുതമാണ്. അത് കഴിഞ്ഞതിന് ശേഷമോ ലാ റൈബ ഫീ ഹുദല്ലിൽ മുത്തഖീൻ. നോക്കൂ, ഒരു ഗ്രന്ഥത്തിന്റെ സാധാരണഗതിയിൽ വായിക്കാവുന്ന ഒരു ഗ്രന്ഥത്തിന്റെ ഏറ്റവും ആദ്യത്തെ പ്രഖ്യാപനം ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധം സ്വീകരിക്കേണ്ട ഏറ്റവും യഥായോജിതമായ സത്യപ്രഖ്യാപനമാണ് ഇത് എന്നതാണ്. അത് ദൈവികം കൂടിയാകുമ്പോഴോ ദാലിക്കൽ കിതാബ്, അതത്രേ വേദഗ്രന്ഥം, അതത്രേ യഥായോജിതമായ ഗ്രന്ഥം. ലാ റൈബ ഫീഹി, അതിൽ സംശയത്തിന്റെ ഒരു ബിന്ദു പോലുമില്ല. സാധാരണ സംശയത്തിന് റൈബ് എന്ന് പറയില്ല, ഞാനതിവിടെ വിശദീകരിച്ചതാ. സാധാരണ സംശയത്തിന് ശക്ക് എന്ന് പറയാം. വിദേശത്ത് പോയ ആളുകൾക്കറിയാം, ഒരു സംശയമില്ല നീ ലാ ശക്ക ഫീഹി എന്ന് ഉപയോഗിക്കാം. ശക്ക് എന്ന് പറഞ്ഞാൽ സംശയത്തിന്റെ മൂന്നാമത്തെ ഘട്ടമാണ്. ഒന്നാമത്തെ ഘട്ടം ഏറ്റവും സൂക്ഷ്മമായ അളവിലുള്ള സംശയത്തെക്കുറിച്ച് പറയുന്നിടത്ത് വിശുദ്ധ ഖുർആൻ ഭാഷാപരമായി അറബി ഭാഷയിൽ റൈബ് എന്ന പദമാണ് ഉപയോഗിക്കുക. റൈബ്, വന്ന്, ശക്ക് എന്നിങ്ങനെ ഇതിന്റെ ഗ്രഡേഷൻ, ഇതിന്റെ ശ്രേണീബന്ധം നിലനിൽക്കുന്നുണ്ട്. ഒരു സംശയവുമില്ല എന്നല്ല, സംശയത്തിന്റെ അണുബിന്ദു പോലും ഈ വേദഗ്രന്ഥത്തിലില്ല. അതോ ഹുദല്ലിൽ മുത്തഖീൻ, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് സന്മാർഗദർശനമാണ്. അപ്പോ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏറ്റവും ആത്യന്തികമായി ഗ്രഹിക്കേണ്ടത്, അള്ളാഹുവിന്റെ ദീനിന്റെ കൽപ്പനകളിൽ ഒരു നിലക്കുമുള്ള സംശയത്തിന് അവകാശമില്ലാത്ത വിധം ഉൾക്കൊള്ളണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബീവര്യരായ ആളുകളെ ചില വിഷയങ്ങൾ പഠിപ്പിക്കുന്ന സമയത്ത് ഖാലൂ സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടു അംഗീകരിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നുന്നത് പടച്ചോനോട് പറയാൻ നമ്മൾ അങ്ങോട്ട് അംഗീകരിക്കുക എന്ന് പറയുന്നത് അതെന്താണ് എന്ന് ചില ആളുകൾക്ക് തോന്നുകയാണ്. പക്ഷെ വിശുദ്ധ ഖുർആനിലെ ഏതൊരു കാര്യവും സവിസ്തരമായി പ്രതിപാദിച്ചതിന് ശേഷമേ നീ അത് അംഗീകരിക്കണമെന്ന് പറയുകയുള്ളൂ. ചില കാര്യങ്ങൾ താപുതിയായിട്ടുണ്ടാകും, മനുഷ്യന്റെ ചിന്തയോ ആലോചനയോ ഒന്നും വരാത്ത തരത്തിലുള്ള ഭാഗങ്ങൾ ഉണ്ടായിരിക്കും. സുബൈ 2 റക്അത്ത് നിസ്കരിക്കണം, എങ്ങനെ ആലോചിച്ചാലും എന്താ അപ്പോൾ 2, അതെന്താ 4 ആയാൽ ചിന്തിച്ചാൽ കിട്ടൂല, മനസ്സിലാക്കാൻ കഴിയൂല. പക്ക ആരാധനയായ ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. അതിനപ്പുറത്ത് മനുഷ്യന്റെ സംസ്കാരത്തെയും ആചാരത്തെയും നടപടിക്രമങ്ങളെയും ഒക്കെ വിശദീകരിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ജീവിത സ്പർശിയായ കുറേ മേഖലകളുണ്ട്. ആ മേഖലകളെ സംബന്ധിച്ചിടത്തോളം സത്യവിശ്വാസിയായ ഒരു മനുഷ്യന്റെ മുമ്പിൽ ഉണ്ടായിരിക്കേണ്ട ഭാഗമേതാണ് എന്ന് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നത്. വമാ കാന ലിമുഅ്മിനിൻ, ഒരു സത്യവിശ്വാസിയായ പുരുഷന് പാടില്ല, വല മുഅ്മിന, സത്യവിശ്വാസിയായ ഒരു സ്ത്രീക്കും പാടില്ല, ആണായാലും പെണ്ണായാലും ഉണ്ടാകാൻ പാടില്ല. എന്തുണ്ടാകാൻ പാടില്ല? അയ്യകൂന ലഹുമുൽ ഖൈറ, അവർക്ക് ഒരു തെരഞ്ഞെടുപ്പിന്റെ, ഒരു സ്വയം തീരുമാനത്തിന്റെ, ശരിയായി, അതൊന്നും കൂടി ശരിയാകണം, അത് അങ്ങനെയല്ലായിരുന്നു വേണ്ടത്, അത് ഇങ്ങനെയായിരുന്നു വേണ്ടത് എന്നൊക്കെ മനുഷ്യന് തോന്നും. അങ്ങനെ ഒരു തോന്നലിന് പഴുതില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയാണ്. എപ്പോഴാണ് ഇദാ ഖലല്ലാഹ് വറസൂൽ, അള്ളാഹുവിന്റെ പ്രവാചകനും ഒരു കാര്യം പറഞ്ഞാൽ, അംറൻ, ഒരു കാര്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവിഷയത്തിൽ അയ്യകൂന ലഹുമുൽ ഖീറതു മിൻ അംരിഹിം, അവരുടെ കാര്യത്തിൽ ഒരു സ്വയം തീരുമാനത്തിന്റെ അവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്നത്. ഇതിന്റെ സന്ദർഭം നമുക്കറിയാവുന്നതാണ്.
ഐഷ റളിയല്ലാഹു അൻഹയെ കുറിച്ചുള്ള അപവാദ പ്രചരണമുണ്ടായി. മിസ്താഹിർ അസാസ എന്ന് പറയുന്ന വ്യക്തിയാണ് അതിൽ പങ്കെടുത്ത ഒരാള്. അയാൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലെ പരിചാരകനാണ്. ആ വിഷയം മനസ്സിലായ ഉടനെ തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇനി എന്റെ വീട്ടിൽ നിൽക്കാൻ പാടില്ല, പോകണം. അദ്ദേഹത്തെ പുറത്താക്കിയപ്പോ വിശുദ്ധ ഖുർആൻ ഇടപെട്ടു. അള്ളാഹ് ഇടപെട്ടിട്ട് പറഞ്ഞു, അങ്ങനെ പറയാൻ നിങ്ങൾക്ക് അവകാശമില്ല. നിങ്ങൾക്ക് പൈസ തരുന്നതും ഭക്ഷണം നൽകുന്നതും ജീവിക്കാൻ സൗഭാഗ്യം നൽകണമൊക്കെ ഞാനാണ്. എന്നിട്ട് നിങ്ങൾ വലിയ ആളുകളായിട്ട് ഇന്ന ആളുകൾക്കൊന്നും തിന്നാൻ തരൂല, ഇന്ന ആളുകൾക്കൊന്നും കൊടുക്കൂല, പുറത്തു കൊടുക്കൂല എന്ന് പറയാം. നിങ്ങളെ തെറ്റ് പൊറുക്കാൻ വേണ്ടി നിങ്ങൾ ആകാശത്തേക്ക് ഉയർത്തിയിട്ട് പടച്ചോനെ പൊറുക്കണേ എന്ന് പറയാം. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യന്മാരോ വിട്ടുകൊടുക്കാൻ തയ്യാറില്ല, അത് പറ്റൂല. അതുകൊണ്ട് മിസ്താഹിനെ തിരിച്ചു വിളിക്കണം എന്ന് പറഞ്ഞു. സാധാരണ ഒരു മനുഷ്യനല്ല സഹോദരങ്ങളെ. സ്വന്തം മകളെക്കുറിച്ച്, ഉമ്മയെക്കുറിച്ച്, ഒരു പെണ്ണിനെ കുറിച്ച് പറയാവുന്നതിന്റെ അവസാന ആരോപണമാണ് വ്യഭിചാരം. ആ ആരോപണത്തിൽ പങ്കെടുത്ത ഒരാളെ വീണ്ടും ആ വീട്ടിലെ വേലക്കാരനായി കൊണ്ടുപോകുന്നത് റസൂലുള്ളാഹിയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനും ആദ്യമായി ദീനിൽ വിശ്വസിച്ച വ്യക്തിയും ഒരു വേള ഭാഷാപരമായി പറഞ്ഞാൽ റസൂലുള്ളാഹിയുടെ അമ്മോശാക്കയും ഐഷ റളിയല്ലാഹുവിന്റെ ഉപ്പയുമായിട്ടുള്ള വ്യക്തിയാണ് വീണ്ടും ഇതിനൊക്കെ കൂട്ടിക്കൊടുപ്പ് നടത്തിയ ഒരാളായിട്ട് ഇങ്ങനെ പോണത്. മനസ്സിൽ അസ്വസ്ഥത ഉണ്ടാവൂലേ? അള്ള പറഞ്ഞത് അത് അത്രത്തോ വേണ്ടിയെന്നോ എന്നൊക്കെ മനുഷ്യൻ എന്നുള്ളവർക്ക് അബൂബക്കർ റളിയല്ലാഹു തോന്നിയെന്നല്ല, സാധുക്കളായ നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെ ഒരു ഘട്ടം വന്ന സമയത്ത് വിശുദ്ധ ഖുർആൻ പറയാണ്, അള്ളാഹു റസൂൽ ഒരു കാര്യം പറഞ്ഞു, അവിടെ നോളണം, അതിന്റെ അപ്പുറം പോകാൻ പാടില്ല. ഇതാണ് ദീനിന്റെ പൊതുവായ രീതി. മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ബാക്കി ഭാഗങ്ങൾ മറക്കണം. അപ്പൊ കുറെ ആൾക്കാര് ചൂടെടുക്കണ്, തലവേദന വരുന്നത്, അങ്ങനെ ഉണ്ടാവൂല. അങ്ങനെയുള്ളൊരു സാധനം ദീനിന് വരൂല. എന്തുകൊണ്ട് വരൂല? ഫിത്രത്തുല്ലാഹി ലത്തി ഫതറന്നാസ അലൈഹാ. ഇത് പ്രകൃതിയുടെ മതമാണ്, പ്രകൃതിയുടെ രീതിയാണ്. ഒന്നുകിൽ അവൻ സ്വീകരിച്ച സ്വീകരണത്തിലോ അവൻ ഉപയോഗിക്കുന്ന വസ്ത്രത്തിലോ അവന്റെ സഞ്ചാരങ്ങളിലോ ഒക്കെ പ്രശ്നങ്ങളുണ്ടാകും. പക്ക വെയിലത്ത് നടന്നു പോകുന്നതിന് ശേഷം പിന്നീട് നേരെ എസിക്ക് കയറിയിട്ടുണ്ടാകും. അപ്പൊ തലവേദന വരും. അപ്പൊ പറയണേ, ഇതൊരു സുഖമില്ലാത്ത ഏർപ്പാടാണല്ലോ. അങ്ങനെ ഉണ്ടാവൂല. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിന്റെ ദീനിന്റെ കൽപ്പനകളെ ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും യഥായോചിതമായ വഴിയാണ്. ഇതിൽ അസത്യം ചേരുകയില്ല, അസംഭവ്യം ഉണ്ടാവുകയില്ല, കാലപ്പഴക്കം സംഭവിക്കുകയില്ല, ഒരിക്കലും പഴഞ്ചനായി പോവുകയില്ല. 100% അത് അംഗീകരിക്കേണ്ടത് സത്യവിശ്വാസി എന്ന നിലയ്ക്ക് എന്റെ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കി വിധേയപ്പെടുക എന്നത്. ആർക്കാണ് വിധേയപ്പെടുന്നത്? നമ്മെ പടച്ചു പരിപാലിക്കുന്ന പടച്ചതമ്പുരാന്. എന്നിട്ട് ഖുർആൻ ഒന്നുകൂടെ പറഞ്ഞു, നിന്റെ കണ്ണിനെ സംബന്ധിച്ച് നിനക്കെന്താ പരാതിയില്ലാത്തത്? കണ്ണിങ്ങനെയൊന്നും അല്ലേ ഇത് വേണ്ടത്. അത് ബാക്കിലാണെങ്കിൽ കുറച്ചുകൂടി സൗകര്യമായിരുന്നു, വിരലമ്മലാണെങ്കിൽ ഇങ്ങനെ നോക്കായിരുന്നു. ഇങ്ങനെ പരാതി നീ പറയുന്നുണ്ടോ? കിഡ്നിന്റെ രൂപം അങ്ങനെയല്ല, അതൊന്നും കൂടി ശരിയാകേണ്ടതുണ്ട്. ഹാർട്ട് അവിടെ അല്ല വെക്കേണ്ടത്, വേറെ സ്ഥലത്താ കൊണ്ടുപോയി വെക്കേണ്ടത്. ഇങ്ങനെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയുന്നുണ്ടോ? സൂര്യന് പടിഞ്ഞാറ് ഉദിക്കുമ്പോ ഒരു സുഖം കിട്ടണില്ല, അസ്തമിക്കുമ്പോ. അതുകൊണ്ട് തെക്കുന്നുദിച്ചു അത് വടക്കായിക്കോട്ടെ എന്ന അഭിപ്രായമുണ്ടോ? ഈ ഭൂമിന്റെ രൂപം ഇങ്ങനെ ആകാൻ പാടില്ല അഭിപ്രായമുണ്ടോ? അത് ശരിയായില്ല എന്ന അഭിപ്രായമുണ്ടോ? ആ അഭിപ്രായമൊന്നുമില്ലല്ലോ. മഴ ഇപ്പൊ പെയ്യാൻ പാടില്ല, അത് മനുഷ്യന്റെ ആ സമയത്തുള്ള ഒരു ആലോചനയെ സംബന്ധിച്ചായിരിക്കും. എന്നാൽ അതിന്റെ തീരുമാനം പടച്ചവന്റെ അടുക്കലാണുള്ളത്. പക്ഷേ മനുഷ്യന്റെ സ്വശരീരത്തെക്കുറിച്ച്, പ്രപഞ്ച സംവിധാനത്തെക്കുറിച്ച് ഇവിടെ ഒന്നും നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ഫിത്രത്തുല്ലാഹ്, അല്ലാഹു തീരുമാനിച്ച പ്രകൃതിയുടെ സംവിധാനങ്ങളാണിത്. ഈ സംവിധാനങ്ങളെക്കുറിച്ച് ലെവലേശമന്യേ നമുക്ക് സംശയമില്ല. ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോട്ടലിൽ കയറുമ്പോ അവിടുത്തെ ഭക്ഷണത്തെക്കുറിച്ച് നമുക്ക് സംശയമുണ്ട്, പരാതിയുണ്ട്, പ്രശ്നങ്ങളുണ്ട്, നല്ലതുണ്ട്, ചീത്തയുണ്ട്. പക്ഷെ ഭക്ഷണം കഴിക്കുന്ന രീതിയെ കുറിച്ചോ ഇത് വായിക്കൂടെ അല്ല പോകേണ്ടത്, ചെവിന്റെ ഉള്ളിൽ കൂടെ കുറച്ചും കൂടി നല്ലത്. നമ്മളാരെ പറഞ്ഞു? നമുക്കെന്ത് തോന്നിയോ? അത് ദഹനക്രിയ അങ്ങനെയല്ല സംഭവിക്കേണ്ടത് എന്ന് നമുക്കാർക്കേ തോന്നിയോ? ഇല്ല, അവിടെ ഒന്നും അഭിപ്രായമില്ല, ഒരഭിപ്രായ വ്യത്യാസമില്ല, ഒരു തിരുത്തലും നമ്മൾ നടത്തുന്നില്ല. നമുക്കൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായാൽ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി പരിഹാരം തേടുകയാണ്. ആ പരിഹാരം തേടുന്ന സമയത്ത് ഞാനോ നിങ്ങളോ പറഞ്ഞോ എന്താണ് ഇപ്പൊ പ്രശ്നം? ഒന്നുമില്ല, കിഡ്നിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, അത് വെച്ചോടത്തുള്ളൊരു കുഴപ്പമാണ്, അത് ഇടതുവശത്തും വലതുവശത്തൊന്നും വെക്കാൻ പാടില്ലായിരുന്നു, അത് തലന്റെ ഈ ഭാഗത്തായിരുന്നു വെക്കേണ്ട, അതാണ് ഇതിന്റെയൊക്കെ കുഴപ്പമെന്ന് ഏതെങ്കിലും ഒരു പിരാന്തം പറഞ്ഞു?
ഇല്ല. അവിടെയൊന്നും അഭിപ്രായമില്ലാത്ത മനുഷ്യരായ നമ്മള് നമ്മുടെ ജീവിതത്തിന്റെ ഓരോരോ ഘട്ടങ്ങളിൽ അഭിപ്രായ വ്യത്യാസം പ്രകടമാകാതെ അതനുസരിച്ച് ജീവിക്കുന്ന നമ്മള് അള്ളാഹുവിന്റെ ഒരു നിർദ്ദേശത്തിൽ, ഒരു കൽപ്പനയിൽ കണ്ണിനെ കുറിച്ച് അഭിപ്രായം പറയാത്ത നമ്മള് കണ്ണുകൊണ്ട് ഇന്നത് കാണണം, നോക്കരുത് എന്ന് പറയുമ്പോ അങ്ങനെ പറയാൻ പാടുണ്ടോ? ചെവിനെ കുറിച്ച് അഭിപ്രായം പറയാത്ത നമ്മള് ചെവി കൊണ്ട് ഇന്നതാണ് കേൾക്കേണ്ടത്, ഇന്നത് കേൾക്കരുത് എന്ന് പറയുമ്പോ അത് കുറച്ച് കടുത്തതായി പോയല്ലോ. മനസ്സിനെ കുറിച്ച് അഭിപ്രായം പറയാത്ത, ഹൃദയത്തെക്കുറിച്ച് അഭിപ്രായമോ സംശയമോ ഇല്ലാത്ത നമ്മള് മനസ്സിനെ കുറിച്ച് ആലോചന വരേണ്ടത് ഇന്നതായിരിക്കണമെന്ന് പറയുമ്പോ അങ്ങനെയുണ്ടോ? തലയെക്കുറിച്ച് അഭിപ്രായമില്ല, മുടിയെക്കുറിച്ച് അഭിപ്രായമില്ല, എന്നാൽ ആ തലയും മുടിയും ഒന്ന് മറക്കണം എന്ന് പറയുമ്പോ അത് ഫാഷൻ അല്ലല്ലോ, അത് ഈ കാലത്ത് യോജിക്കണതല്ലോ, അതങ്ങനെയല്ലല്ലോ, അത് ഇങ്ങനെയല്ലല്ലോ എന്ന് അഭിപ്രായം പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് എന്താ നമ്മൾ വിലയിരുത്തേണ്ടത്? അതാ റസൂൽ എന്ന് പറഞ്ഞത് ഖുർആനിലൂടെ. നിങ്ങൾക്ക് അത്തരം കാര്യങ്ങളിൽ ഒരു തീരുമാനം പറയേണ്ടതില്ല. കാരണം വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർളി തൗഅൻ വകർഹ, ആകാശഭൂമികളിലുള്ള സർവ്വചരാചരങ്ങളും നിങ്ങളും എന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹു നിശ്ചയിച്ചു വെച്ചിട്ടുള്ള ഈ ദീനിന്റെ സംവിധാനമല്ലാത്ത വേറെ ഏതൊന്നിനെയാണ് നിങ്ങൾ സ്വീകരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു വലഹു അസ്ലമ, അതിനാൽ അവന് നിങ്ങൾ കീഴ്പ്പെട്ടുകൊണ്ട് പോകേണ്ടതുണ്ട് എന്ന്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وصلى الله على أشرف الأنبياء والمرسلين محمد وآله وصحبه أجمعين أما بعد اتقوا الله عباد الله. അല്ലാഹുവിനെ സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആൻ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് അള്ളാഹുവിന്റെ ദീനിന്റെ ചില കാര്യങ്ങളെ സംബന്ധിച്ച് കൂടുതൽ മനസ്സിലാകുന്നതിന് വേണ്ടി കൂടുതൽ അന്വേഷിക്കുകയും കണ്ടെത്തുകയും പരതുകയും ഒക്കെ ചെയ്യുന്നതിന് തടസ്സമൊന്നുമില്ല. അങ്ങനെ ചെയ്യാവുന്നതുമാണ്. മനസ്സംതൃപ്തിയോടുകൂടി ആ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയിട്ട് ആ വിഷയങ്ങളിലേക്ക് പോവുകയും ചെയ്യാം. എന്ന് പറഞ്ഞാൽ ചാൻസ് കൊണ്ട് നമ്മൾ മുസ്ലിമായി. അങ്ങനെ ഇസ്ലാമൊന്നുമില്ല. പക്ഷെ നമ്മുടെ ഉപ്പയും ഉമ്മയൊക്കെ മുസ്ലിം ആയതുകൊണ്ടാണല്ലോ ഒരു പരിധിവരെ നമ്മൾ മുസ്ലിങ്ങളായി ജീവിച്ചു പോണത്. അങ്ങനെ ചാൻസ് കൊണ്ട് നമ്മൾ മുസ്ലിമായി. അങ്ങനെ മുസ്ലിമായാല് പിന്നെ ഇതങ്ങനെ തന്നെ അംഗീകരിച്ചാണ് പോണം, വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ആലോചിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരു വിധേയപ്പെടലിനെ കുറിച്ചല്ല ഈ പറയുന്നത്. എന്നാൽ അവിടെ നിങ്ങൾക്ക് ആ കാര്യം എന്തുകൊണ്ട് ഖുർആൻ പറഞ്ഞു അന്വേഷിക്കുകയും കണ്ടെത്തുകയും വസ്തുതകൾ ബോധ്യപ്പെടുകയും ചെയ്യും. വിശുദ്ധ ഖുർആൻ അങ്ങനെയാണ് വിശദീകരിച്ചത്. സനുരിയഹും ആയാതിന ഫിൽ ആഫാഖി വഫീ അൻഫുസികും, നിങ്ങളുടെ ശരീരത്തിലും ചക്രവാളങ്ങളിലും പ്രകൃതിയിലും പ്രപഞ്ചത്തിലുമൊക്കെ പടച്ചതമ്പുരാൻ ദൃഷ്ടാന്തങ്ങൾ ഓരോന്നോരോന്ന് കാണിച്ചു തരും. എന്തിന്? ഹത്താ യതബയ്യന ലഹും, അവർക്ക് വ്യക്തമായി ബോധ്യപ്പെടുത്തുന്നതുവരെ, വ്യക്തമാക്കി കൊടുക്കുന്നതുവരെ, അന്നഹു അൽ ഹഖ്, ഞാൻ പറയുന്ന കാര്യങ്ങൾ യഥായോജിതമായ സത്യമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതുവരെ. ഞാനും നിങ്ങളൊന്ന് ആലോചിക്കേണ്ടത്, അള്ളാന്റെ ദീനിനെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അഭിപ്രായം പറയുന്ന ആളുകളുടെ കൂടെ കൂടിയിട്ട് അതാണ് ശരിയെന്ന് പറയുന്നുണ്ടെങ്കിൽ, നമ്മുടെ ബുദ്ധി കൊടുത്ത്, നമ്മുടെ ആലോചന കൊടുത്ത്, നമ്മുടെ ചിന്ത കൊടുത്ത് പഠനം നടത്തി മനസ്സിലാക്കിയിട്ടാണോ അത് പറയണത്? അതോ അയാളാണ് പറയുന്നതനുസരിച്ച് നമ്മളോട് പറയാം? നമ്മളെ ബുദ്ധി എന്തേ അവിടെ ഉപയോഗിക്കാത്തത്? ഇസ്ലാം എല്ലാ ഭാഗവും ബുദ്ധിപരമായി വ്യാഖ്യാനിക്കുന്നു എന്ന അർത്ഥത്തിലല്ല. അപ്പൊ അത്തരം ഘട്ടങ്ങളിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പഠനവും ഒരു അന്വേഷണവും ഒരു കണ്ടെത്തലുകളുമൊക്കെ ആവശ്യമാണ്. ആ കണ്ടെത്തലുകളും കാര്യങ്ങളുമൊക്കെ ആവശ്യമായതിന് ശേഷമായിരിക്കണം നമ്മുടെ അഭിപ്രായങ്ങൾ പറയേണ്ടത്. അതോടൊപ്പം അല്ലാഹു എന്ന് പറയുന്നത് എല്ലാത്തിനും മുകളിലാണ്. വഫൗഖ കുല്ലി ദീ ഇൽമിൻ അലീം. വഫൗഖ, പടച്ചതമ്പുരാൻ, കുല്ലി ദീ ഇൽമിൻ,
എല്ലാ അറിവിന്റെയും മുകളിലാണ്. എല്ലാം അറിയുന്നവനായ പടച്ചതമ്പുരാൻ എല്ലാം അറിവിന്റെയും മുകളിലാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യണം. വമൻ യഅസില്ലാഹ വറസൂലഹു, ആരെങ്കിലും അന്ധമായി കാര്യങ്ങളൊന്നും മനസ്സിലാക്കാത്ത വിധം വിശുദ്ധ ഖുർആനിനും പ്രവാചകന്റെ തിരിച്ചര്യക്കും അള്ളാഹുവിന്റെ പ്രവാചകന്റെ നിർദ്ദേശത്തിന് എതിര് പാലിച്ചാൽ, എതിര് ജീവിതത്തിൽ വന്നാൽ ഫഖദ് ളല്ല, അവൻ വഴികേടിലായി. അവിടെ പറഞ്ഞാൽ തന്നെ വഴികേടിലായി എന്ന് മനസ്സിലായി. ഒന്നുകൂടി ഖുർആൻ അതിനെ വീണ്ടും വിശദീകരിച്ചു. അവൻ വഴികേടിലായി. എങ്ങനെ? ലലാലൻ, ഒരു വ്യക്തമായ മുബീന, സുവ്യക്തമായ, കലർപ്പില്ലാത്ത, ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു വഴികേടിലാണ് അവൻ പോകുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ 33-ാമത്തെ അധ്യായത്തിലൂടെ പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിനോട് കലവറയില്ലാത്ത പ്രതിബദ്ധത പുലർത്തുകയും ഏതെങ്കിലും തരത്തിൽ വിശുദ്ധ ഖുർആനിന്റെയോ പ്രവാചകചര്യയുടെയോ അന്വേഷണങ്ങളെ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്നുണ്ടെങ്കിൽ അത് ശരിയല്ല എന്ന് പറയുന്നതിന് മുമ്പ്, അത് തെറ്റാണെന്ന് പറയുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അങ്ങനെ പറയുന്നവരുടെ കൂടെ കൂടുന്നതിന് മുമ്പ് വസ്തുതകളെ നേർക്കുനേരെ പഠിച്ചു മനസ്സിലാക്കി ബോധ്യപ്പെടാനുള്ള ശ്രമങ്ങൾ നിർവഹിക്കണം. ആ ശ്രമത്തിന്റെ ഭാഗമാണ്, പഠനത്തിന്റെ ഭാഗമാണ് വെള്ളിയാഴ്ചകളിൽ നിർബന്ധമായും സത്യവിശ്വാസികൾ പള്ളിയിൽ വരികയും ദീനിനെക്കുറിച്ച് അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്നത്. അതേപോലെ തന്നെ ദീനിനെക്കുറിച്ച് തലബുൽ ഇൽമ് നേടുക, അറിവ് നേടുക എന്നതിനെ സംബന്ധിച്ച് അത് അനിവാര്യമായ ബാധ്യതയായി നിശ്ചയിച്ചിട്ടുള്ളത്. ആ നിലയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യമായ കാര്യങ്ങളെ ജീവിതത്തിൽ പാലിക്കാനും പകർത്താനും അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. سبحانك رب العزة عما يصفون وسلام على المرسلين.